മാവൂർ ഗ്രാമപഞ്ചായത്ത് സ്പെഷ്യൽ സ്കൂളിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള തൊഴിൽ പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് നിർവഹിച്ചു. 7.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ബഡ്സ് സ്കൂളിൽ തൊഴിൽ പരിശീലനത്തിനായി പദ്ധതി നടപ്പിലാക്കുന്നത്. തൊഴിൽ പരിശീലനത്തിനായി ബഡ്സ് സ്കൂളിൽ തയ്യൽ വീവിംഗ് മെഷീനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിൻ്റെ 2025-26 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ബഡ്സ് സ്കൂളിന് വേണ്ടി ഭിന്നശേഷി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടിയിട്ടുള്ള തൊഴിൽ പരിശീലന പദ്ധതി ആരംഭിച്ചത്. 7.5 ലക്ഷം രൂപയുടെ ഒരു പ്രൊജക്റ്റാണിത്. ഇതിൽ പാലക്കാട് നിന്നുള്ള അപ്സര മേഡവും അവരുടെ ഫാമിലി മെമ്പേഴ്സും കൂടിയിട്ടാണ് കുട്ടികൾക്ക് 15 ദിവസത്തെ രക്ഷിതാക്കൾക്കും വേണ്ടി 15 ദിവസത്തെ തൊഴിൽ പരിശീലനം നൽകിയിട്ടുള്ളത്. അതിൽ ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീവിംഗ് മെഷീനുകളും തയ്യൽ മെഷീനുകളും ഇതിൻ്റെ റോ മെറ്റീരിയൽസ് മുഴുവനും അവരെത്തിച്ച് നൽകുകയും അതോടൊപ്പം തന്നെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പരിശീലനം നൽകുകയും ഇതിനെ കൂടാതെ തന്നെ രക്ഷിതാക്കളുടെ അഭാവത്തിൽ കുട്ടികൾക്ക് പരിശീലനം നൽകാൻ ഈ സ്കൂളിലെ 3 ടീച്ചേഴ്സും 2 ആയമാരും ഈ പരിശീലന പദ്ധതിയുടെ ഭാഗമാവുകയും തൊഴിൽ പരിശീലനം നേടുകയും ചെയ്തിട്ടുണ്ട്. വളരെ വലിയ രീതിയിലും വളരെ മികച്ച ഒരു സേവനമാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടും സ്കൂളിന് വേണ്ടിയിട്ടും ഉണ്ടായിട്ടുള്ളത്. ഇത് വളരെ മികച്ച രീതിയിൽ ഒരു മാർക്കറ്റ് കണ്ടെത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹവും. ആ ആഗ്രഹത്തോടൊപ്പം പഞ്ചായത്തിലെ ഓരോരുത്തരും ഞങ്ങളുടെ കൂടെ തന്നെ നടക്കുന്നുണ്ട്. ഇതിന് പുറത്തേക്കുള്ളൊരു വിപണിയും സാധ്യത കൂടി കണ്ടെത്തുകയാണ്. ഈ ഓണം ആഘോഷങ്ങൾക്കിടയിൽ ഓണച്ചന്തയിൽ ഇതിനൊരു വിപണി കണ്ടെത്താനും കൂടി ശ്രമിക്കുന്നുണ്ട് ഞങ്ങൾ. ഓഗസ്റ്റ് 12 മുതൽ 16 വരെ നടത്തുന്ന ബഡ്സ് വാരാചരണത്തിന്റെ ഉദ്ഘാടനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. ഇത് 2 തരത്തിലാണ് നമ്മൾ ഈ പദ്ധതിയെ കാണുന്നത്. ഒന്ന്, സാമ്പത്തികമായി അവർക്ക് ചെറിയ വരുമാനം ഉണ്ടാക്കുക എന്നത് അതുൾപ്പെടെ അതിലുപരി ഇവിടെ വരുന്ന കുട്ടികളുടെ രക്ഷിതാക്കളും കുട്ടികളും അതിലെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന കുട്ടികളാണ് കൂടുതലായിട്ടുള്ളത്. അവരുടെ ആ സർഗാത്മക കഴിവുകളെ നമ്മൾ പോഷിപ്പിക്കുകയും അവരുടെ രക്ഷിതാക്കൾ പലപ്പോഴും ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ പലരും ഇവിടെ തന്നെ ഉണ്ടാവാറുണ്ട് പല സമയത്തും. അങ്ങനെയുള്ള ആളുകളും അല്ലാത്ത ആളുകളും ആ ആളുകളെ കൂടുതൽ സ്കൂളുകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടിരുന്ന അവരുടെ കൂടി ഒരു പരിചരണം കുട്ടികൾക്ക് ഒരേ സമയം കിട്ടുന്നതിനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മളിവിടെ ഇതുവഴി ഒരുക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഉണിക്കൂർ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി രഞ്ജിത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പുലപ്പാടി ഉമ്മർ മാസ്റ്റർ, പ്രസന്നകുമാരി ടീച്ചർ, അസിസ്റ്റന്റ് സെക്രട്ടറി ജയലേഖ, ബഡ്സ് മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ വിച്ചാവ, CDS ചെയർപേഴ്സൺ ഖൈറുന്നീസ എന്നിവർ സംസാരിച്ചു. ബഡ്സ് സ്കൂൾ പ്രിൻസിപ്പാൾ സരസ്വതി സ്വാഗതവും മദർ PTA പ്രസിഡന്റ് ഷീന നന്ദിയും പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജയശ്രീ ദിവ്യപ്രകാശ്, ഗീത കാവിൽപുറായി, K ഗീതാമണി, ശ്രീജ ആറ്റാഞ്ചേരി മേത്തൽ, N രജിത എന്നിവർ പങ്കെടുത്തു. ഗോൾഡൻ ഡയമണ്ട്സ്, മാവൂർ, പൂവാട്ടുപറമ്പ്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.